ശബരിമലയിലെ സ്വർണ്ണ കവർച്ചാ കേസിൽ തുടക്കം മുതൽ കുടുങ്ങിക്കിടക്കുന്നത് CPM ആയിരുന്നു. CPMന്റെ 3 നേതാക്കളും ഒരു CPI പ്രതിനിധിയുമടക്കം LDF നിയമിച്ച ദേവസ്വം ഭരണസമിതിയാണ് കേസിൽ പ്രതിസ്ഥാനത്തുള്ളതും ജയിലിലായതും. ഇതോടെ UDFനെ കൂടി കേസിലേക്ക് വലിച്ചിഴയ്ക്കുന്നതിനുള്ള കുതന്ത്രങ്ങൾ ആലോചിക്കുകയാണ് CPM നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിയും ഒപ്പം പ്രത്യേക അന്വേഷണ സംഘവും. 2017 തന്ത്രി കണ്ഠരര് രാജീവർക്ക് വാജ്യവാഹനം കൈമാറിയത് നിയമവിരുദ്ധമാണ് എന്ന് വരുത്തി തീർത്ത് അതുവഴി അന്നത്തെ UDF ഭരണസമിതിയായ പ്രയാർ ഗോപാലകൃഷ്ണനെയും അജയ് തറയിലിനെയും കേസിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. SIT ഇത് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. അതിന് ചരട് വലിക്കുന്നതാകട്ടെ CPM-ഉം. സ്വന്തം നേതാക്കൾ അകത്തായതിന്റെ ജാള്യത മാറ്റാൻ UDF ഭരണസമിതിയെ കൂടി കേസിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പ്രധാന ആരോപണം. കൊടിമരത്തിന് മുകളിലെ കുതിര രൂപമാണ് വാജ്യവാഹനം എന്നറിയപ്പെടുന്നത്. ശബരിമല സന്നിധാനത്തെ കൊടിമരം മാറ്റി സ്ഥാപിച്ചപ്പോൾ പഴയ കൊടിമരത്തിന് മുകളിലെ വാജ്യവാഹനം 2017 ദേവസ്വം ബോർഡ് ഭരണസമിതി തന്ത്രിക്ക് കൈമാറിയിരുന്നു. ഇത് ക്രമക്കേടാണ് എന്ന് കാട്ടിയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. 2012 ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവ് ലംഘിച്ചാണ് വാജ്യവാഹനം കൈമാറിയത് എന്നാണ് കേസ്. ഇതിന് നേതൃത്വം നൽകിയത് അന്ന് UDF നിയമിച്ചിരുന്ന ഭരണസമിതിയിലെ പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനും ബോർഡ് അംഗം കോൺഗ്രസ് നേതാവായ അജയ് തറയിലുമാണ് എന്നും ഇവർക്കെതിരെയും അന്വേഷണം നടത്തണമെന്ന പ്രചാരണം ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നുമുണ്ട്. പക്ഷേ എല്ലാ ചട്ടങ്ങളും പാലിച്ച് പരസ്യമായി നടന്ന വാജ്യവാഹന കൈമാറ്റം എങ്ങനെയാണ് നിയമവിരുദ്ധമാകുന്നത് എന്നും തട്ടിപ്പാകുന്നത് എന്നുമാണ് പ്രധാനമായും പ്രതിപക്ഷത്തു നിന്ന് ഉയരുന്ന ചോദ്യം. 2017 പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായ ദേവസ്വം ബോർഡ് വാജ്യവാഹനം തന്ത്രിക്ക് കൈമാറിയത് പൂർണ്ണമായും താന്ത്രിക വിധി പ്രകാരമാണ് എന്ന് UDFും അന്നത്തെ ദേവസ്വം ബോർഡ് അംഗം അജയ് തറയിലും വ്യക്തമാക്കുന്നു. അതും പൊതുമധ്യത്തിൽ മാധ്യമങ്ങളെയും കോടതി നിയോഗിച്ച നിരീക്ഷക സമിതിയെയും അടക്കം സാക്ഷി നിർത്തിയായിരുന്നു വാജ്യവാഹന കൈമാറ്റം നടന്നത്. അന്ന് നടന്ന കൊടിമരം മാറ്റി സ്ഥാപിക്കലിലോ മറ്റ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലോ ക്രമക്കേട് നടക്കുകയോ അയ്യപ്പന്റെ മുതൽ നഷ്ടപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. പിന്നെയും അന്നത്തെ ഭരണസമിതിയെ വേട്ടയാടുന്നത് CPMന് സ്വന്തം മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് കോൺഗ്രസും UDFും ആരോപിക്കുന്നു. വാജ്യവാഹന കൈമാറ്റത്തിലോ ദ്വാരപാലക ശില്പപാളികളുടെ കാര്യത്തിലോ ക്രമക്കേട് നടന്നിട്ടുണ്ട് എങ്കിൽ അത് പിന്നീട് തുടർന്നു വന്ന ഇടത് ഭരണസമിതിയുടെ കാലത്താണ് എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. 2012 ദേവസ്വം ബോർഡ് കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരം പുതിയവ സ്ഥാപിക്കുമ്പോൾ പഴയ വസ്തുക്കൾ പൊതുസ്വത്തായി സൂക്ഷിക്കണം എന്നാണ് ബോർഡിന്റെ തീരുമാനം. ഈ ഉത്തരവ് നിലനിൽക്കെയാണ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ ബോർഡ് വാജ്യവാഹനം തന്ത്രിക്ക് നൽകിയത് എന്നാണ് വിവാദമുണ്ടാക്കുന്നവർ ഉന്നയിക്കുന്ന ആക്ഷേപം. എന്നാൽ ഇത്തരമൊരു ഉത്തരവിനെ കുറിച്ച് അറിയില്ല എന്നാണ് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗമായ അജയ് തറയിൽ പറയുന്നത്. സ്വന്തം വീഴ്ച മറച്ചുവെക്കാൻ CPM തികഞ്ഞ വിശ്വാസിയായ പ്രയാർ ഗോപാലകൃഷ്ണനെ ഇരയാക്കുകയാണ് എന്നാണ് കോൺഗ്രസിന്റെ വാദം. സ്വന്തം നേതാക്കൾ കവർച്ചാ കേസിൽ അറസ്റ്റിലായതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് CPM പ്രയാറിനെയും അജയ് തറയിലിനെയും വേട്ടയാടുകയാണ് ഇതുവഴി ചെയ്യുന്നതത്രേ. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ 4 ഇടത് നേതാക്കളാണ് അറസ്റ്റിലായി റിമാൻഡിലുള്ളത്. ഇതിന്റെ ജാള്യത മറയ്ക്കാൻ CPMന് മറ്റെന്തെങ്കിലും വഴി കണ്ടെത്തണം. അതിനാണ് പ്രയാർ ഗോപാലകൃഷ്ണന്റെയും അജയ് തറയിലിന്റെയും ഭരണകാലത്തെ വേട്ടയാടാൻ വാജ്യവാഹന കൈമാറ്റത്തെ ഉപയോഗിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ഹൈക്കോടതി മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചതു മുതൽ പ്രതിരോധത്തിലായിട്ടുള്ളത് CPM ആണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നാലെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ, മുൻ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന വാസു, പത്മകുമാറിന്റെ ബോർഡിലെ അംഗങ്ങളായ വിജയകുമാർ, KP ശങ്കരദാസ് എന്നിവരുടെ അറസ്റ്റാണ് സർക്കാരിന് തലവേദനയായത്. ഈ 4 പേരുടേതും രാഷ്ട്രീയ അറസ്റ്റുകളാണ്. പത്മകുമാറും വിജയകുമാറും വാസുവും CPM ബന്ധമുള്ളവരാണ് എങ്കിൽ ശങ്കരദാസ് CPI പ്രതിനിധിയാണ്. അതിൽ തന്നെ പത്മകുമാർ CPM ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. ഈ രാഷ്ട്രീയ അറസ്റ്റുകൾ CPMന് LDFനുണ്ടാക്കിയ ആഘാതം ചെറുതല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണ കവർച്ചാ വിവാദം LDFന്റെ അടിവേരിളക്കുകയും ചെയ്തു. സമീപകാലത്തൊന്നും ഇത്ര വലിയ തിരിച്ചടി ഒരു തെരഞ്ഞെടുപ്പിൽ LDF നേരിട്ടിട്ടില്ല. ഇത്ര കനത്ത തോൽവിക്ക് ശബരിമല വിവാദവും നിദാനമായിട്ടുണ്ട്. 3 മാസങ്ങൾക്കിപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരികയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അറസ്റ്റുകൾ കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. അത് തെരഞ്ഞെടുപ്പ് ഫലത്തിലുണ്ടാകുന്ന ഇമ്പാക്റ്റ്
LDFന് കനത്ത തിരിച്ചടിയുമായിരിക്കും. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശബരിമല കവർച്ചയുടെ പാപഭാരം മറ്റുള്ളവരുടെ തലയിലേക്ക് വെക്കേണ്ടത് CPMന്റെ ആവശ്യമാണ്. അതിനാണ് തന്ത്രി കണ്ഠരര് രാജി വരെ അറസ്റ്റ് ചെയ്തത്. ശബരിമല കവർച്ച മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് കൂടി നീങ്ങുന്നു എന്ന ഘട്ടത്തിലാണ് തന്ത്രിയുടെ അറസ്റ്റ് ഉണ്ടാകുന്നത്. തന്ത്രിയിലൂടെ മന്ത്രിയെ രക്ഷിക്കാനാണ് ശ്രമം എന്ന് പ്രതിപക്ഷം ആരോപിച്ചാൽ അതിൽ തെറ്റു പറയാനും ഒക്കില്ല. കാരണം SIT ഒരിക്കൽ കടകംപള്ളിയുടെ മൊഴി രേഖപ്പെടുത്തി രണ്ടാമത്തെ തവണ വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് തന്ത്രിയുടെ അറസ്റ്റ് നടന്നത്. ഇനിയിപ്പോൾ വാജി വാഹനത്തെ ചുറ്റിപ്പറ്റി അന്വേഷണം നടത്താനാണ് SITയുടെ നീക്കം. ആന്ധ്രയിലും കർണാടകയിലും ക്ഷേത്രങ്ങളിലും വ്യവസായികളുടെ വീട്ടിലും സ്വർണ്ണപ്പാളി പ്രദർശിപ്പിച്ചതുപോലെ വാജി വാഹനവും ഹൈദരാബാദിൽ എത്തിച്ചിരുന്നുവെന്ന വിവരത്തിലാണ് അന്വേഷണം. സ്വാഭാവികമായും ഈ അന്വേഷണം അന്നത്തെ ദേവസ്വം ഭരണസമിതിയിലേക്ക് നീളും. അതുവഴി പഴയ UDF ഭരണസമിതിയെ കൂടി കുരുക്കിലാക്കാനാണ് SITയും ശ്രമിക്കുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായകമെന്ന് കരുതപ്പെടുന്ന ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. കൊല്ലം വിജിലൻസ് കോടതിയാണ് VSC നടത്തിയ പരിശോധനാ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. ദ്വാരപാലക ശില്പം, കട്ടിളപ്പാളി തുടങ്ങിയ 15 സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണ് ഇത്. ഇന്നലെയാണ് VSCയിൽ നിന്നും മുദ്രവെച്ച കവറിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഈ പരിശോധനാ ഫലം നിർണായകമാണ്. ഈ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. 19-ന് ഹൈക്കോടതിയിൽ കൊടുക്കുന്ന അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ ഈ ശാസ്ത്രീയ അന്വേഷണ ഫല റിപ്പോർട്ടും ഉൾപ്പെടുത്തും. സ്വർണ്ണപ്പാളികൾ മാറ്റിയോ, ശബരിമലയിൽ ഇപ്പോഴുള്ളത് പഴയ പാളികളാണോ അതോ പുതിയ പാളികളാണോ, പാളികളിലെ സ്വർണത്തിന്റെ അളവ് തുടങ്ങിയവ നിർണ്ണയിക്കുന്ന പരിശോധനയാണ് നിലവിൽ നടത്തിയിട്ടുള്ളത്.